ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. അപ്പോ പഞ്ചാരമണി, ഓ പഞ്ചാരമണി, ഇനിയും ലേറ്റ് ആയാലേ നമ്മൾ ഈ മഴയത്തങ്ങ് ഒലിച്ചു പോകും. പഞ്ചാരമണി വേണോ അതോ ജീവൻ വേണോ? ജീവൻ. ജീവൻ മതി. എങ്കി വാ 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 വാ. പെയ്യുമെന്നാ തോന്നുന്നത്. ശരിയാ, വേഗം കൂട്ടിച്ചെന്നിരുന്നു, അല്ലെങ്കിൽ മുട്ടകൾ നനയും. മുട്ടകൾ എന്റെയാണോ നിന്റെയാണോ എന്ന് ഉറപ്പ് വരുത്താതെ അവിടെ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് മനസ്സിലാത്തോട് ചോദിക്കാം, ഈ മഴയ്ക്ക് മുമ്പ് ഇതൊന്ന് തീർക്കാൻ പറ്റുമോ? ഷൂട്ടിങ്ങിന് ഒരാഴ്ചയേ ഉള്ളൂ. എന്ന് തുടങ്ങിയ റിഹേഴ്സലായത് ഇതുവരെ എവിടെ എത്തിയിട്ടില്ല. ഇത് വല്ലതും നടക്കുമോ? ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ പോയാൽ ഇത് അടുത്ത കാലത്ത് നടക്കില്ല. അതെ, അത് തന്നെയാണ് ഞങ്ങൾ കളിച്ചത്, ഫ്രോക്ക് ഡാൻസ്. അയ്യോ, ഫ്രോക്ക് ഡാൻസ് അല്ല തവളു, ഫോക്ക് ഡാൻസ്. ഓ എന്റെ റാംബോ, ഇത് ശരിക്കും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോഴാണോ മനസ്സിലായത്? എനിക്കത് നേരത്തെ മനസ്സിലായിരുന്നു. വെറുതെയാണോ ഞാൻ എന്റെ ക്യാമറ കണ്ണുകൾ അടച്ചു പിടിച്ചത്?
ബി സീരിയസ് മാൻ. അറിയാലോ, ഹിറ്റ് സിനിമയിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത ആടാണ് വരുന്നത്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ആടുനടി അവളുടെ പാട്ടിന് പോകും, പറഞ്ഞേക്കാം. ശരിയാ, സിനിമയുടെ 2ാം ഭാഗം വന്നതോടുകൂടി ആടിന് ഒടുക്കത്തെ ജാടയാണെന്നാ കേൾക്കുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യും റാംബോ? വരുന്നിടത്ത് വെച്ച് കാണാൻ ചിമ്പു. എന്തൊരു ഗ്ലാമർ അല്ലേ, അത് സുന്ദരിക്ക് ഇഷ്ടപ്പെടില്ല. കംപ്ലീറ്റ് മേക്കപ്പ് ആയിരിക്കും. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേ സുന്ദരി? ഈ കോപ്രായം കണ്ട് സമയം കളയാൻ ഞാനില്ല, ഞാൻ പോണു. സുന്ദരി നിൽക്ക്. അതെന്നാ പോക്ക സുന്ദരി? പിണങ്ങി പോകുന്നല്ല, പോയിട്ട് വേറെ കാര്യമുണ്ട്, അതാ. അതൊന്നുമല്ലാതെ ഞങ്ങൾക്കറിയാമല്ലോ. സുന്ദരിയേക്കാൾ വലിയൊരു സുന്ദരി നമ്മുടെ കാട്ടിലെത്തിയത് സുന്ദരിക്ക് പിടിച്ചിട്ടില്ല, അതല്ലേ സത്യം? ചിണ്ട, സൗന്ദര്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിലാണ്. ഉദാഹരണത്തിന് നീ സുന്ദരനാണെന്നല്ലേ നിന്റെ വിചാരം? അതിലെന്താ സംശയം? ഇത് തന്നെയാ പറഞ്ഞത്. നിന്റെ ഈ തിരുമോന്തയ്ക്ക് സൗന്ദര്യമുണ്ടെന്നാണ് നിന്റെ സൗന്ദര്യബോധം നിന്നോട് പറയുന്നത്. അപ്പൊ പിന്നെ നീ ആ ആടുനടി സുന്ദരിയാണെന്നല്ലേ പറയൂ? നിനക്ക് നീ ആരാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ എന്നോട് ചോദിക്കും നീ ആരാണെന്ന്, അതല്ലേ? എനിക്കതൊന്നുമല്ല, നമ്മുടെ ചിമ്പു സംവിധായകനാകാൻ പോവുകയല്ലേ, എനിക്കതാ ത്രില്ല്. എന്ത് ത്രില്ല്? ഈ സംവിധാനം എന്നൊക്കെ പറയുന്നത് ആർക്കും എപ്പോഴും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. വെരി സിമ്പിൾ, നൈസ്. സംവിധാനമോ? യെസ്, ഡയറക്ഷൻ. അതെ, ചിണ്ടൻ ഇതിനെ കുറിച്ചൊക്കെ നല്ല അറിവാണല്ലേ. എടാ, എന്നെ പെറ്റിട്ടത് നാടക കമ്പനിയില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2007 കട്ടേക്കാട് തിയേറ്റേഴ്സിന്റെ നാളെ നീളെ നീളെ എന്ന നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പിന്റെ തട്ടിമ്പുറത്ത് എന്റെ അമ്മ എനിക്ക് ജന്മം നൽകുന്നത്. കലാക്ഷേത്രത്തിന്റെ ജനനം. അതെ, കണ്ണു തുറന്ന കാലം തൊട്ട് കണ്ടതും ചെവി വട്ടം പിടിച്ച നേരം തൊട്ട് കേട്ടതും അഭിനയകലയുടെ രസപാഠങ്ങൾ മാത്രമായിരുന്നു. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. എന്താ സുന്ദരി ഇങ്ങനെ അസൂയക്കാരിയാവരുത്. എനിക്കെന്തിനാ അസൂയ? ചേച്ചേ, ഞങ്ങൾ കലാകാരന്മാർക്കും കലാകാരികൾക്കും അഹങ്കാരം ഉണ്ടാവും സുന്ദരി. ഞങ്ങൾ ഈ സാധാരണക്കാരല്ലോ. ആർക്കായാലും അഹങ്കാരം നല്ലതല്ല എന്നാര് പറഞ്ഞു? എടാ തമ്പു, അഹങ്കരിക്കാൻ വല്ലതും കയ്യിലുള്ളവരല്ലേ അഹങ്കരിക്കൂ. കയ്യിലൊന്നുമില്ലാത്തവർ എന്തുണ്ടായിട്ട് അഹങ്കരിക്കാൻ? ഈ അഹങ്കാരികൾ തന്നെ പല വിഭാഗമുണ്ട്. ഉദാഹരണത്തിന്, കയ്യിൽ ധാരാളം പണമുള്ളവൻ പണത്തിന്റെ പേരിൽ അഹങ്കാരം കാണിക്കും. ഇനി പഠിപ്പുള്ളൊരു വിഭാഗമുണ്ട്, അവനെ ഈ പഠിപ്പുള്ളതിന്റെ പേരിൽ അഹങ്കരിക്കും. പിന്നെ സൗന്ദര്യമുള്ളവർ, അവര് സൗന്ദര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കും. മറ്റൊരു വിഭാഗമുണ്ട് സൗന്ദര്യമുള്ളവർ, അവരെന്നെ പോലെ അതിൻ്റെതായിട്ടുള്ള അഹങ്കാരങ്ങളൊക്കെ കാണിക്കും. ഇതൊക്കെ ഈ ലോകത്ത് പുതിയ കാര്യം ഒന്നുമല്ല തമ്പു. എന്നാലും ചിന്ത, അഹങ്കാരം നല്ലതല്ലടാ, അതൊരു ചീത്ത സ്വഭാവമാ. അതെ, അഹങ്കരിക്കാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് നിനക്കും സുന്ദരിക്കും പറഞ്ഞാ മനസ്സിലാവില്ല, അത്ര തന്നെ. അതെ, ഞാൻ എന്തായാലും ചിമ്പുവിനെ കാണാൻ പോവുക. എന്റെ അഭിനയ സിദ്ധി കുറച്ചൊക്കെ അവനും കൂടി പ്രയോജനപ്പെടുത്തട്ടെ. ഇത് വേഷമോ നിനക്കോ? ചിണ്ട, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ധരിച്ചോ, ചിണ്ടന് പറ്റിയ വേഷമൊന്നും ഇതിലില്ല. അയ്യോ, അത് പറ്റില്ല. പ്ലീസ്, എന്തെങ്കിലും വേഷം തന്നേ പറ്റൂ. ഞാൻ എല്ലാവരോടും പറഞ്ഞു പോയി, നാണക്കേടാണ്. എന്നോട് ചോദിക്കാതെ ഇതൊക്കെ പാടി നടക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? അയ്യോ, പറ്റിപ്പോയി. ഇനി അഭിനയിച്ചില്ലെങ്കിൽ നാണക്കേടാ. ആർക്ക്?
ചിമ്പു ഇതിന്റെ സംവിധായകനല്ലേ? ചിമ്പു വിചാരിച്ച നടക്കാത്ത കാര്യമുണ്ടോ? പ്ലീസ്. എടാ ചിണ്ട, അതിന് നിനക്ക് പറ്റിയ റോളൊന്നും ഇതിനകത്തില്ല. ഇല്ലാത്തത് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റും. സംവിധാനം വിചാരിച്ചാൽ എന്തും പറ്റും. അതെ, അത്രയ്ക്ക് കഴിവുള്ളവർക്ക് മാത്രമേ ഒരു സംവിധായകനാകാൻ പറ്റൂ. സത്യം. അതെ, നീ ഇതിന്റെ കഥ എഴുതിയ കഥയെഴുത്തുകാരനോട് പറഞ്ഞിട്ട് ഇല്ലാത്ത എന്തെങ്കിലും ഒരു സീൻ ഉണ്ടാക്കണം പ്ലീസ്. എടാ, അതൊക്കെ അല്ലടാ ഒരു ഫ്രണ്ട്ഷിപ്പ്. പ്ലീസ്. അതൊന്നും പറ്റില്ല. എഴുത്തുകാരനെ ഒരു പ്രത്യേക ടൈപ്പാ. അയ്യോ എന്റെ പൊന്നു ചിമ്പു, ഈ സംവിധായകന് മുന്നിൽ എഴുത്തുകാരൻ വല്ലതുമാണോ? ചിമ്പു, നീ എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. അതെ, ആരാ എഴുത്തുകാരൻ? ഞാൻ ഈ എഴുതുന്ന വർഗത്തെ ജീവനോടെ കണ്ടിട്ടില്ല. അതെ, ഒന്ന് കാണാൻ പറ്റുമോ? ആരാ കക്ഷി? പറയൂ. കൂമൻ വള്ളിക്കെട്ട്. സൂപ്പർ റൈറ്ററാ. അപ്പുറത്ത് മരത്തിന്റെ മോളിൽ ഇരിപ്പുണ്ട്. ചിമ്പു, അയാൾ കൊടുക്കത്തെ ജാടയാണല്ലോ. ഇരിപ്പ് കണ്ടില്ലേ? കണ്ണൊക്കെ അടച്ചു പിടിച്ച് ഒരുമാതിരി. നോ. അതെ, ചിന്തയിൽ മുഴുകിയിരിക്കുന്നതാ. ഈ എഴുത്തുകാരൊക്കെ അങ്ങനെയാണെന്നേ. അവർക്ക് വലിയ വർത്താനൊന്നും ഉണ്ടാവില്ല. എല്ലാം എഴുത്തിലൂടെയാ. ഓ, തന്നല്ലേ? പിന്നല്ല. ഇതാരാ ചിമ്പു? ഇത് നമ്മുടെ നടിയുടെ മാനേജറും ബോഡി ഗാർഡുമാണ്. എന്താണ് ഡയറക്ടർ സാർ ഇത്? മാഡത്തിന് പറഞ്ഞ ഫുഡൊന്നും ഇവിടെ റെഡിയായി കാണുന്നില്ലല്ലോ. അതെ, ഈ കാട്ടിലെന്താ ഫുഡിന് ഇത്രയ്ക്ക് പഞ്ഞം? ഹേ മിസ്റ്റർ, മേഡം അങ്ങനെ നിങ്ങളെപ്പോലെ അതും ഇതൊന്നും കഴിക്കില്ല. പിന്നെയും മേഡം എന്താണാവോ കഴിയുന്നത്? ജസ്റ്റ് എ മിനിറ്റ്, ഐ വിൽ എക്സ്പ്ലെയിൻ. കടലപ്പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, അരിത്തവിട്, ഗോതമ്പ് തവിട്, മുരിക്കില, വാഴയില, പ്ലാവില, പച്ചപ്പുല്ല്, തീറ്റപ്പുല്ല്. ഇതിൽ പച്ചപ്പുല്ല് കാലത്തും തീറ്റപ്പുല്ല് രാത്രിയിലുമായിരിക്കും കഴിക്കുക. ശ്വാസം എടുക്കാൻ നേരം കാണുമായിരിക്കും അല്ലേ? പിന്നെ താമസം വളരെ ഹൈജീനിക്കായ സ്ഥലത്ത് മാത്രമേ മാഡം താമസിക്കുകയുള്ളൂ. മാഡം സ്റ്റേ ചെയ്യൂ. ഈവൻ ടെമ്പറേച്ചർ അത് കൂടാനോ കുറയാനോ പാടില്ല. ഏത്? അന്തരീക്ഷത്തിലെ താപനില. ദൈവമേ. പിന്നെ മറ്റൊരു കാര്യം, നോട്ട് ദ പോയിന്റ്. ഇപ്പോഴുള്ള ക്യാമറമാനെ മാറ്റേണ്ടി വരും. മാഡത്തിന് അയാളെ തീരെ പിടിച്ചിട്ടില്ല. ക്യാമറമാനെ മാറ്റാനോ? എന്താ കാരണം? വായുനോട്ടം അത് തന്നെ കാരണം. റാംബോ, സത്യത്തിൽ എനിക്കിഷ്ടപ്പെട്ട സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. സെക്കൻഡ് പാർട്ട്. അതിൽ പ്ലാവിലെ കടിച്ചുകൊണ്ടിങ്ങനെ സ്ലോ മോഷനിൽ ഓടി വരുന്ന ആ ഒരു ഷോട്ട് കണ്ടപ്പോ ഞാൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോയി. സത്യം. പിന്നെ എന്താ പറയാ, സോങ്ങിലെ ഡാൻസ് അത് എക്സലന്റ് ആയിരുന്നു. ഗ്രേറ്റ്, മാർവലസ്. എന്താ പറയാ, സത്യത്തിൽ പറയാൻ വാക്കുകൾ ഇല്ല. ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ തപ്പി നോക്കാം. ഡാൻസ് പഠിച്ചിട്ടുണ്ടല്ലേ? മാഡം കലാതിലകമായിരുന്നു. അങ്ങനെ പറ. ശാസ്ത്രീയമായ നൃത്താഭ്യാസം നടത്തിയവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? സത്യം പറയാലോ, സത്യത്തിൽ ഞാൻ മാഡത്തിന്റെ ഒരു ഫാനാണ്. ബിഗ് ഫാൻ. റാംബോ, അവിടെ ഡയറക്ടർ ക്യാമറമാനെ തിരക്കുന്നു. വരുന്നുണ്ട്, പറയടാ. ഡയറക്ടർക്ക് ഞാൻ സദാസമയവും അടുത്ത് വേണം. അത് പുതിയ പയ്യനായതുകൊണ്ടാ. നീ എന്താ പോന്നത്? ഷൂട്ടിംഗ് കാണുന്നില്ലേ? സുന്ദരി എന്താ പോന്നത്? ഒന്നുമില്ല. എനിക്കും ഒന്നുമില്ല. എന്തൊന്നുമില്ലാന്ന്? നീയല്ലേ ഷൂട്ടിംഗ് കാണണമെന്ന് പറഞ്ഞ് കാത്തിരുന്നത്? അതൊക്കെ ശരിയാ. എന്ത് ശരി? ചിമ്പു ഇപ്പൊ ചെയ്യുന്നത് അത് ശരിയല്ല. അവൻ നമ്മളെയൊക്കെ മറന്ന ലക്ഷണമാ. അവൻ ആളാകെ മാറിപ്പോയി. അതെന്താ? നമ്മളെല്ലാവരും ചേർന്നിട്ടല്ലേ ഇതൊക്കെ തുടങ്ങിയത്. കാര്യത്തോടടുത്തപ്പോ നമ്മള് പുറത്ത്. ഏയ്, അങ്ങനെയൊന്നുമില്ല തമ്പു. ഉണ്ട്, വിഷമമുണ്ട്. സുന്ദരിക്കും വിഷമമുണ്ട്. എനിക്കറിയാം. എനിക്ക് വിഷമമില്ല. സുന്ദരി എന്നോട് കള്ളം പറയണ്ട. നീ പോ, എഴുന്നേറ്റ്. വിഷമമൊന്നുമില്ലെങ്കിൽ സുന്ദരിക്ക് പാടാലോ. പാട് സുന്ദരി. ഉണ്ണിയേശന്റെ ഒരു പാട്ട് പാട്. തമ്പു, പാട് സുന്ദരി, പാട്. നല്ല സുന്ദരിയല്ലേ, പ്ലീസ്. സുന്ദരി, മാനത്ത് മിഖായേൽ മാലാക.
ഈശോയെ സ്തുതിച്ച് പാടുന്നത് കേട്ടാ ഞാൻ വന്നത്. സുന്ദരിക്ക് ഉണ്ണീശോനെ കുറിച്ച് ഒരുപാട് പാട്ടുകൾ അറിയാം മിഖായേൽ മാലാഖ. ആണോ? വളരെ നല്ലത്. ദൈവത്തെ ഓർത്ത് പാടുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ വന്നു നിറയുന്ന ദുഃഖങ്ങളെ അകറ്റാൻ അതിന് കഴിയും. ശരിയാണ് മിഖായേൽ, ഞാൻ എന്തൊക്കെയോ ഓർത്ത് വിഷമിച്ചിരുന്നു. പക്ഷേ ഇപ്പൊ എനിക്ക് വിഷമം തോന്നുന്നില്ല. എന്റെ മനസ്സിന്റെ വിഷമം മാറിയിരിക്കുന്നു. സുന്ദരിയുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ശിംബു തന്റെ കൂട്ടുകാരായ നിങ്ങളെയൊക്കെ മറന്നു എന്ന് കരുതിയല്ലേ? ഒരു നിമിഷം എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു മിഖായേൽ. അതിനു കാരണം നമ്മുടെ ഉള്ളിലെ അനാവശ്യ ചിന്തകളാണ്. ശിംബു ആരെയും മറന്നതല്ല. പകരം ശിംബുവിനെ നിങ്ങൾ മറന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? അയ്യോ, അതെന്താ മിഖായേൽ അങ്ങനെ പറഞ്ഞത്? ശിംബു ഞങ്ങളെ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നത് കൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളുടെ കൂട്ടുകാരനാണ് ചിമ്പു. ചിമ്പു നിങ്ങളെ മൈൻഡ് ചെയ്തില്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ചിമ്പുവിനെ നിങ്ങളാണ് മൈൻഡ് ചെയ്യാതിരുന്നതെന്ന് ഞാൻ പറയും. കാരണം ചിമ്പു അവിടെ ഓരോ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു. അവൻ ഒരുപാട് പ്രശ്നങ്ങൾക്കകത്താണ് നിൽക്കുന്നത്. അവനെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് സഹായിക്കാനുള്ള കടമ നിങ്ങൾക്കില്ലേ? അതിനു പകരം ചിമ്പു നിങ്ങളെ ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരിയാണ് മിഖായേൽ, ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഞങ്ങൾ ചിമ്പുവിനെ സഹായിച്ച് അവിടെ നിൽക്കേണ്ടതായിരുന്നു. അപ്പോഴാണ് ചിമ്പുവിന് ശരിക്കും ഞങ്ങളുടെ ഹെൽപ്പ് വേണ്ടത്. ഞങ്ങൾ ഓർത്തില്ല മിഖായേൽ. ഞങ്ങൾ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് അവിടെ മറ്റൊരു വിഷയത്തിൽ ഇടപെടേണ്ടതായി വരും. ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ ജാഗ്രത പുലർത്തുക. കൂട്ടുകാരന് ദോഷം വരാതിരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ശരി മിഖായേൽ. അമ്മേ, മഴ കൂടുകയാണല്ലോ. നമ്മൾ ഇനി എന്ത് ചെയ്യും അമ്മേ? നമ്മുടെ ഈ കൂട് പൊളിഞ്ഞു വീഴുമോ? പേടിക്കണ്ട മക്കളെ, അമ്മയില്ലേ നിങ്ങളുടെ കൂടെ. നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. മഴ മാറാൻ എന്താണ് അമ്മ ഒരു വഴി? മഴ പെയ്യുന്നത് നമ്മൾക്കൊക്കെ വെള്ളം കിട്ടാൻ വേണ്ടിയല്ലേ. വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മുടെ ഈ കൂട് മഴയത്ത് പൊളിഞ്ഞു വീഴില്ലേ? ഇല്ല മക്കളെ, നമ്മൾ ഒരു തെറ്റും അറിഞ്ഞോണ്ട് ചെയ്തിട്ടില്ല. നമുക്ക് ആപത്തൊന്നും വരാതെ ദൈവം കാക്കും. എങ്കിലേ മഴ മാറാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചാലോ അമ്മേ? വേണ്ട മക്കളെ, ഭൂമിയിൽ ജീവനുള്ള എല്ലാവർക്കും മഴ ആവശ്യമാണ്. കണ്ടില്ലേ, നമുക്ക് ചുറ്റുമുള്ള ഈ മരങ്ങളെല്ലാം എത്ര ഉത്സാഹത്തിലാണ്. പക്ഷേ നമുക്ക് സങ്കടല്ലേ ഈ മഴ ഉണ്ടാവുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ കഴിക്കുന്ന പ്ലാവിലയും മറ്റും വെള്ളമില്ലാതെ വന്നാൽ കരിഞ്ഞുണങ്ങും. നമുക്ക് കഴിക്കാൻ പച്ചിലകൾ കിട്ടാതെ വരും. മഴ നമുക്കും കൂടിയാണ് നന്മ ചെയ്യുന്നത്. അതുകൊണ്ട് മക്കള് മഴ മാറാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണ്ട. പക്ഷേ നമ്മളെ ആപത്തിൽ നിന്ന് കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. കേട്ടില്ലേ ആടു പറഞ്ഞത്? അവളുടെ മനസ്സിന്റെ നന്മ നമ്മൾ തിരിച്ചറിയണം. അവൾക്കും കുട്ടികൾക്കും ആപത്തൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ശരിയാണ്. ഈ മഴ മുഴുവൻ നനഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരും. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ ഇലകൾ കൊഴിച്ച് ആ കൂടിന്റെ മേൽക്കൂരയിലിടാം. ചോർച്ച അതോടെ നിൽക്കും. ശരിയാണ്. ചോർച്ച നിന്നാൽ അവർക്ക് സുഖമായി കിടക്കാം. നിർത്ത് 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 നിർത്ത്. ഇതാണോ നിങ്ങളുടെ കഥ? എന്നെ പോലെ ഇത്ര വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ട് ഈ തല്ലിപ്പൊളി കഥയാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? കഷ്ടം. അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, ഈ കഥയ്ക്ക് എന്താണ് ഒരു കുഴപ്പം? നിങ്ങൾക്ക് അതുപോലും മനസ്സിലായില്ലേ മിസ്റ്റർ ഡയറക്ടർ? എന്നെ പോലെ ഒരു പ്രശസ്ത താരം ഒരിക്കലും 3 പിള്ളേരുടെ അമ്മയായി അഭിനയിക്കില്ല. ശരി, അത് പോട്ടേന്ന് വെക്കാം. 2 ചീള മരങ്ങൾ അവയുടെ ഇല പൊഴിച്ച് എന്റെ ജീവൻ രക്ഷിക്കുന്നത് എങ്ങനെ കണ്ടിരിക്കും? എന്റെ ആരാധകർ അത് എങ്ങനെ സഹിക്കും? അതെ, അതൊന്നും എനിക്കറിയില്ല. അതെ, തെറ്റുകൾ ചെയ്യാത്ത നല്ല മനസ്സിന്റെ ഉടമകൾക്ക് ദൈവം കൂട്ടുണ്ടാകുമെന്ന മെസ്സേജാണ് ഈ കഥയിൽ ഉടനീളം വരുന്നത്. അത് മനസ്സിലാക്കാത്ത ആരാധകരാണോ താരത്തിനുള്ളത്? ദൈവമേ, കഷ്ടം. നിങ്ങൾ ഇത്രയ്ക്ക് ബാലിശമായി സംസാരിക്കരുത് മിസ്റ്റർ ഡയറക്ടർ. ഇവിടെ ദൈവമല്ല ഹീറോയിൻ, ഈ ഞാനാണ്. എന്റെ കഥാപാത്രം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യം വേണ്ടത്. അല്ലാതെ ഇതുവരെ ആരും കാണാത്ത ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. ദൈവമല്ല എന്നെ നടിയാക്കിയത്. ദൈവമല്ല
ആരുമല്ല എന്റെ കഴിവുകൾക്ക് കാരണക്കാരൻ. ഈ ഞാൻ മാത്രമാണ്. ഈ ഞാൻ എന്റെ പ്രയത്നമാണ്. എന്റെ സ്വന്തം കഴിവുകളാണ്. എന്റെ എല്ലാ നേട്ടങ്ങൾക്കും എന്റെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും മറ്റാരും അവകാശികളായില്ല. എല്ലാം എന്റേതാണ്, എന്റേത് മാത്രം. ഇവളുടെ ഈ അഹങ്കാരം സഹിക്കുന്നില്ലല്ലോ. തുമ്പിക്കൈ കൊണ്ട് തൂക്കിയെടുത്ത് ദൂരേക്ക് എറിയട്ടെ. വേണ്ട തമ്പു, നമ്മളിപ്പോ ഇടപെടണ്ട. മിഖായേൽ മാലാഖ നമ്മളോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഇടപെടുന്ന വിഷയത്തിൽ ജാഗ്രത പുലർത്തണമെന്ന്. ശരിയാണ്, ഞാൻ ഓർത്തില്ല. പിന്നെ കഥ മാറ്റി എഴുതണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ അഭിനയിക്കില്ല എന്ന് മാത്രം. ഇനി എന്നെ അഭിനയിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കഥ എങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഇല്ലാത്ത ദൈവത്തിന്റെ ഇല്ലാത്ത അനുഗ്രഹങ്ങളും പറഞ്ഞുള്ള കഥയുമായി ഇങ്ങോട്ട് വരരുത്. മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. മാഡം പറഞ്ഞതൊന്നും ഇവിടെ നിൽക്കുന്ന ആർക്കും മനസ്സിലായിട്ടില്ല. ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഏതവളാ ഇവള്? ഇവൾക്ക് എന്താ ഇവിടെ കാര്യം? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. മാഡം സുന്ദരിക്ക് മറുപടി കൊടുക്ക്. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. സുന്ദരിയോ? ഇവളോ? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. മാഡം പറഞ്ഞത് ഇവിടെ ആർക്കും മനസ്സിലായില്ല. ഒന്ന് വിശദീകരിക്കണം. അതെ, സുന്ദരിക്ക് മറുപടി കൊടുത്തിട്ട് പോയാ മതി. ഇല്ലെങ്കിലേ ഇവിടെ നിന്ന് പോകില്ല, ഞങ്ങൾ വിടില്ല. ദൈവം എന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ ഇത്ര പുച്ഛം? കാണാത്ത ദൈവത്തിന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. അത് തന്നെ പുച്ഛം. കാണാത്ത എല്ലാത്തിനെയും നിങ്ങൾ പുച്ഛിക്കുമോ? പുച്ഛിക്കുക മാത്രമല്ല, ത്യജിക്കുകയും ചെയ്യും. ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുൻപ് ഉത്തരം പറയുന്നത് പോഷത്തരവും മര്യാദകളുമാണ്. അത് നിങ്ങൾക്കറിയാമോ? എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ നേരിൽ കാണാത്തതിനെ എല്ലാം പുച്ഛിക്കും. എങ്കിൽ ഈ നിമിഷം മുതൽ ശ്വാസം എടുക്കരുത്. നിങ്ങൾ എടുക്കുന്ന ശ്വാസം വായുവാണ്. ആ വായു നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ചോദ്യത്തിന് മറുപടി പറയൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തതിനെ എല്ലാം പുച്ഛിക്കുമെന്നും ത്യജിക്കുമെന്നും പറഞ്ഞു. എന്താ, വായുവിനെ ത്യജിക്കുന്നില്ലേ? അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ്. അഹന്ത അധപ്പതനത്തിന്റെയും. ഞാൻ പറഞ്ഞതല്ല, ഞങ്ങളുടെ ദൈവം പറഞ്ഞതാ. അഹങ്കാരികളോട് ചേർന്ന് കൊള്ള മുതൽ പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് വിനീതനായ ദരിദ്രനോടൊപ്പം കഴിയുന്നതാണ് എന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ആടുമേടം പരിവാരങ്ങളും കൂട്ടി എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഈ ഭൂമിയിൽ ആർക്കും അഹങ്കരിക്കാൻ യോഗ്യതയില്ല. നമുക്ക് ജന്മം നൽകുന്നത് മറ്റാരോ ആണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നതും മറ്റാരോ ആണ്. ദൈവാനുഗ്രഹത്താൽ കിട്ടിയ സൗഭാഗ്യങ്ങളും കഴിവും സ്വന്തം കഴിവാണെന്ന് മാത്രം തെറ്റിദ്ധരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. നന്മയും തിന്മയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിനിഷ്ടം. ഗർവം നിറഞ്ഞ കണ്ണുകളും അഹങ്കാരമുള്ള ഹൃദയവും പാപകരമാണ്. ഞങ്ങൾക്ക് അവരുമായിട്ട് ഒരു കൂട്ടുമില്ല. അതുകൊണ്ട് അഹങ്കാരവും ഗർവവും ഇല്ലാത്ത ഈ സുന്ദരിയാണ് ഞങ്ങളുടെ പടത്തിലെ നായിക. മനസ്സിലായോ? സുന്ദരിയാണ് ഇനി ആ കഥാപാത്രം ചെയ്യുന്നത്. കരാറാണി ചെന്നാട്ടെ ചെന്നാട്ടെ, എത്രയും പെട്ടെന്ന് സ്വന്തമായി കഥ എഴുതി സ്വന്തമായി അഭിനയിച്ചു തീർക്ക്. ഈ സുന്ദരി ഇവിടെ ഉള്ളപ്പോ ഞാൻ ഇതിനെ വേറെ നടിമാരെ തേടി പോയത്. ഞാനൊരു തിരുമണ്ടനായി പോയല്ലോ അല്ലേ സുന്ദരി? ഇനി ഒരു നടിയെയും കണ്ടെത്തുന്നില്ല. സുന്ദരിയാണ് നമ്മുടെ ഹീറോയിൻ. എന്താ ചിമ്പു, അങ്ങനെയല്ലേ? പിന്നല്ലാതെ സുന്ദരി മേഡത്തിനെ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. സുന്ദരി മേഡം സിന്ദാബാ സിന്ദാബാ സിന്ദ